എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ കയ്യിൽ കുറച്ച് ഫഫ് വരുമല്ലോ. അങ്ങനത്തെ കൈ എങ്ങനെയാണ് നമുക്ക് എളുപ്പ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നുള്ളതും പിന്നെ അതിൽ പ്ലീറ്റ് ഇടുന്നതും അതുപോലെ തന്നെ നമ്മുടെ പട്ടുപാവാടയും ബ്ലൗസൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൽ കൊളുത്ത് കൊടുക്കുന്ന ഈ കുഴയൊക്കെ പിടിപ്പിക്കുന്ന ഇതുപോലെ അതെങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ പഫ് വരുന്ന കൈ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കണ്ടോളൂ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ കയ്യിൽ തുണി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സാരി ബ്ലൗസിന് കയ്യിൽ പഫ് വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാരി ബ്ലൗസിൻ്റെ തുണി എടുക്കുക. തുണി എടുത്തതിന് ശേഷം നമ്മുടെ വണ്ണത്തിനനുസരിച്ച് അതേ രീതിക്ക് തന്നെ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ആ രണ്ടായിട്ട് മടക്കിയ തുണി നമ്മൾ നാലായിട്ട് ഇടണം കേട്ടോ. നാലായിട്ട് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നമ്മുടെ കൈക്ക് എത്രത്തോളം വണ്ണം വേണം അതനുസരിച്ച് വേണം തുണി നാലായിട്ട് മടക്കി ഇടാനായിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരുപോലെ ഇട്ട് കാണിക്കുന്ന പോലെ നിങ്ങൾ ഇടണ്ട, നിങ്ങളുടെ കൈക്ക് എത്രത്തോളം വണ്ണം വേണോ അതനുസരിച്ച് ഇടുക. ഇനി നമ്മുടെ സാരി ബ്ലൗസ് കറക്റ്റായിട്ട് അളവുള്ള ആ സാരി ബ്ലൗസ് എടുക്കുക കേട്ടോ. സാരി ബ്ലൗസ് എടുത്തിട്ട് അതിന് ശേഷം കണ്ടോ നമ്മൾ മറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫഫൊന്നും ഇല്ലാത്തൊരു കൈയാണ്, നോർമൽ കൈയാണ്. അപ്പോൾ അത് ഇതുപോലെ മറച്ചെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ നാലായിട്ട് തുണി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മേളിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു സാധാ ഒരു നമ്മുടെ ബ്ലൗസിൻ്റെ ആ കൈ അതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ കൈക്കുഴിയുടെ അവിടം തൊട്ട് താഴോട്ട് നമ്മുടെ കൈയുടെ ഇറക്കം വരെ കറക്റ്റായിട്ടൊന്ന് ഇതുപോലൊന്ന് അടയാളം ചെയ്യണേ. അപ്പോൾ നമ്മുടെ നോർമൽ ഒരു ബ്ലൗസിൻ്റെ ഒരു കൈ എടുത്തിട്ട് ഇതുപോലൊന്ന് അടയാളം ചെയ്തിട്ടാണ് നമ്മൾ ഫഫ് കൈയിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് എളുപ്പ രീതിയാണ്, നമുക്ക് തുടക്കക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മളിത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് നമ്മുടെ ഒരു സാരി ബ്ലൗസിൻ്റെ അളവിൽ ആ കൈ കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒന്ന് ഇതുപോലെ ഒന്ന് ആ ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ സാധാ ഒരു നോർമൽ കൈക്കുള്ള അളവെടുത്തിട്ട് എങ്ങനെയാണ് തുണി കട്ട് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ പാറ്റേൺ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു കൈയുടെ അടയാളം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് പ്ലീറ്റ് എടുക്കുന്ന ഫഫ് കൈ എങ്ങനെയാണ് ആക്കുന്നതെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടേപ്പ് എടുക്കണം കേട്ടോ. ടേപ്പ് എടുത്തതിന് ശേഷം ഇപ്പോൾ മുകളിലോട്ട് കുറച്ച് തുണി ഇങ്ങനെ മുന്നോട്ട് കിടപ്പുണ്ടല്ലോ. അപ്പോൾ മുന്നോട്ട് കിടക്കുന്ന തുണിയിൽ നമ്മൾ ഇനി കറക്റ്റായിട്ട് അടയാളം ചെയ്തെടുത്തെന്ന് നമ്മൾ ഇതുപോലെ ഒരു 3 ഇഞ്ച് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യണേ. 3 ഇഞ്ച്. അപ്പോൾ നമ്മൾ ടേപ്പ് ഇതായി ഇപ്പോൾ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടോ, ആ മേളിൽ കറക്റ്റായിട്ടൊരു 3 ഇഞ്ച് അടയാളം ചെയ്യണം ഇതുപോലെ. അതിന് ശേഷം നമ്മൾ വീണ്ടും ടേപ്പ് എടുക്കണം. അവിടുന്ന് നേരെ 3 ഇഞ്ച് അകലം പിടിക്കുകയാണ്. മേളിൽ നിന്ന് തന്നെ നമ്മൾ ഇറക്കം 3 ഇഞ്ച് എടുത്ത് അകലം 3 ഇഞ്ച് അതേപോലെ തന്നെ അടയാളം ചെയ്തിട്ട് അതൊന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കണം കേട്ടോ. ഇതുപോലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ അകലമെടുത്തെടുത്തുനിന്ന് തൊട്ട് താഴേന്ന് താഴോട്ട് വീണ്ടും ഒരു 3 ഇഞ്ചാണ് അവിടെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ പോലെ ആക്കിയിട്ടുണ്ട്. ആ സ്ക്വയർ പോലെ ആക്കി എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ ഫഫ് കൈ എങ്ങനെയാക്കുന്നത് കണ്ടോളുക. ഇപ്പം നമ്മൾ 3 ഇഞ്ച് അകലവും 3 ഇഞ്ച് ഇറക്കവും ആയിട്ട് ഒരു സ്ക്വയറായിട്ട് നമ്മുടെ സാധാ ഒരു ബ്ലൗസിൻ്റെ കൈയുടെ മേളിലായിട്ട് നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ ഒന്ന് ചരിച്ച് വരയ്ക്കുകയാണ്. നമ്മൾ യു പോലെ നമ്മൾ കൈക്കുഴിയൊക്കെ ചരിച്ച് വരയ്ക്കത്തില്ലേ, അപ്പോൾ ആ മേളിൽ നിന്ന് കണ്ടോ ഞാനിതാ റാ പോലെ താഴോട്ട് ഇങ്ങനെ ചരിച്ച് വരച്ചിതാ നമ്മുടെ നോർമലായിട്ട് കൈ അടയാളം ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ ജോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതങ്ങനെ ഞാൻ ഇനി വ്യക്തമായിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് വരച്ചത് ക്ലിയറായിട്ട് കാണുന്നില്ലെങ്കിൽ അപ്പോൾ നമ്മൾ വരച്ചേക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ സാധാ ഒരു ബ്ലൗസിൻ്റെ കൈ എടുത്ത് വെച്ചിട്ട് നമ്മുടെ അടയാളം ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ഒരു 3 ഇഞ്ച് ഇറക്കവും എടുക്കുന്നു, 3 ഇഞ്ച് അകലം എടുത്തത് സ്ക്വയർ പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നിർത്തി ഇങ്ങനെ റാ പോലെ വരച്ച് കൊടുത്ത് ജോയിൻ്റ് ചെയ്തേക്കാണ് നമ്മൾ നോർമൽ കൈയിലേക്ക്. അപ്പോൾ ഇങ്ങനെ 3 ഇഞ്ച് പോലെ നമ്മൾ എടുത്തിരിക്കുന്നത് അതിങ്ങനെ പ്ലീറ്റിട്ട് ചുരുങ്ങി വരും. അപ്പോൾ സാധാ ഒരു കൈയുടെ ഇറക്കമേ നമുക്ക് വരത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോഴത്തേനും ശരിക്കും ഇങ്ങനെ ചുരുങ്ങി വരും. അപ്പോൾ ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി കേട്ടോ. ഇത് എളുപ്പമായ ഒരു രീതിയാണ് നമുക്ക് ഫഫ് കൈ തയ്ക്കണം എന്നുണ്ടെങ്കിൽ.
പിന്നെ നമ്മുടെ സാരി ബ്ലൗസിൽ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് വെട്ടാൻ ഒരു ഇച്ചിരി പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളൊരു ന്യൂസ് പേപ്പർ എടുക്കുക. ന്യൂസ് പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ട് ഇട്ടിട്ട് അതിൽ നമുക്ക് ഇതുപോലെ ഒന്ന് അടയാളം ചെയ്തെടുത്തിട്ട് ന്യൂസ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിന് ശേഷം നമുക്ക് നമ്മുടെ സാരി ബ്ലൗസിൽ വെച്ച് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ പഫ് വരുന്ന കൈക്കുള്ള തുണി നമ്മളിവിടെ ഇതാ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ആരും കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ കൈയുടെ എവിടം തൊട്ടാണോ നമ്മൾ ആ പഫ് വരുന്നത് അവിടെ ഒന്ന് അടയാളം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഇങ്ങനെ ഒന്ന് പോന്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സാരി ബ്ലൗസിൻ്റെ കൈ ഒന്ന് പ്ലീറ്റും കൂടെ നിങ്ങളെ എടുത്ത് കാണിക്കാം കേട്ടോ. എങ്ങനെ ഇരിക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സാരി ബ്ലൗസിൻ്റെ പഫ് വരുന്ന കൈ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പട്ടുപാവാടയ്ക്ക് പള്ളി കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ തുണിയിൽ തന്നെ നമ്മൾ കുഴ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുമല്ലോ. അപ്പോൾ അതാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയ 2 തുണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 2 തുണ്ട് കഷ്ണം കൂടെ ഒരുപോലെ വെച്ചിട്ട് അതൊന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 പീസ് ഒരുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് പ്ലീറ്റ് എടുക്കും. ഇതിനെ പ്ലീറ്റ് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സ്ക്വയർ പീസിൽ പ്ലീറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലീറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് ഇത് കണ്ടോ, 1, അടുത്തത് 2, അടുത്തത് 3, അങ്ങനെ 3, 4 അങ്ങനെ ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്കിതിൽ ആ ഒരു കൊളുത്ത് നമ്മുടെ പാവാടയുടെ കൊളുത്ത് വണ്ണത്തിനനുസരിച്ച് കൂട്ടിയൊക്കെ ഇടാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പടിയിൽ വരുന്ന ആ കുഴ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ കയ്യിലൊന്ന് എങ്ങനെയാണ് പ്ലീറ്റ് ഒന്ന് ചെറിയ രീതിക്ക് എടുക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ സാരി ബ്ലൗസിൻ്റെ കൈക്കുള്ള തുണി എടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ ടിക്ക് ചെയ്തായിരുന്നല്ലോ പ്ലീറ്റ് എത്രത്തോളം ആ മുകളിൽ എടുക്കുന്നു എന്നുള്ളത്, അവിടെ തൊട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ പ്ലീറ്റായിട്ട് അങ്ങോട്ട് എടുത്തോണ്ടാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു ചെറിയൊരു കമ്പിയുണ്ട് കേട്ടോ. ആ കമ്പി വെച്ച് അകത്തോട്ട് ഞാൻ പ്ലീറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. കൈ വെച്ച് തന്നെ ചെറിയ രീതിക്ക് അങ്ങ് പ്ലീറ്റ് എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയ പ്ലീറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഫ് വരുന്ന സാരി ബ്ലൗസിൻ്റെ പ്ലീറ്റ് എടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് പഠിച്ച് തുടക്കക്കാർക്ക് ഈ ഒരു രീതിയിൽ പഫ് കൈ വെട്ടാനും പിന്നെ സ്റ്റിച്ച് ചെയ്യാനും എളുപ്പ രീതി ഇതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്തത് നമുക്ക് പട്ടുപാവാടയിൽ കൊളുത്തിടുന്ന ആ കുഴയ്ക്കുള്ള തുണിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുമല്ലോ, അതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് സ്ക്വയറായിട്ട് 2 പീസ് തുണി നമ്മൾ കട്ട് ചെയ്തായിരുന്നല്ലോ, അതിലൊരു പീസ് എടുത്തിട്ട് പ്ലീറ്റ് എടുക്കണേ. പ്ലീറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലീറ്റ് വരുന്നത് നമ്മൾ കൊളുത്തിടാനുള്ള കുഴയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്ലീറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ തുണി ഇങ്ങനെ നന്നായിട്ട് അകത്തോട്ട് കയറ്റി വെച്ചിട്ട് വേണം ഓരോ പ്ലീറ്റും എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നീളത്തിൽ തുണി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 6, 7 അങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഇച്ചിരി കൂടെ നീളത്തിലെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന ഏകദേശം ഒരു 4 എണ്ണം വരുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീതിക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. വീതിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പട്ടുപാവാടയുടെ 2 കൊളുത്ത് പിടിപ്പിക്കുമല്ലോ, ഒരു കൊളുത്ത് വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കൊളുത്തോടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ 2 കൊളുത്ത് ഒരുപോലെ ഇടാവുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു കുഴ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു കൊളുത്തിടാന്നുള്ള രീതിയിലാണ് നമ്മൾ അതിൻ്റെ രീതിക്കാണ് ഈ തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു വീതി ആ കൊളുത്ത് വരുന്ന ആ ഒരു വീതിക്കനുസരിച്ച് നമ്മളിങ്ങനെ ആ പ്ലീറ്റ് എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ എക്സ്ട്രാ ഉള്ളത് അത് ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിൽ നിന്ന് ഒരുപോലെ തന്നെ അത് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഒന്നും കൂടെ ആ സ്റ്റിച്ച് ചെയ്തെടുത്ത് വീണ്ടും ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ കൊളുത്തൊക്കെ ഇടുന്നതല്ലേ, അപ്പോൾ അത് നല്ല ബലമായിട്ട് ഇരിക്കണ്ടേ. അപ്പോൾ 2 സൈഡിലും വീണ്ടും ഞാൻ ഒന്നും കൂടെ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡും വീണ്ടും ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്ക്വയർ പീസിൽ ഒരെണ്ണത്തിലാണല്ലോ നമ്മൾ പ്ലീറ്റ് എടുത്തത്. അപ്പോൾ അടുത്ത ആ ഒരു സ്ക്വയർ പീസ് എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ പ്ലീറ്റ് ഇട്ട ആ ഒരു സംഭവം എടുത്ത് അങ്ങ് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ആ 2 സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ആ സൈഡിൽ കൂടെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് ഇത് പട്ടുപാവാടയുടെ പടിയിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പട്ടുപാവാട നമ്മൾ വലതുവശത്തെ ആ പടിയുടെ അവിടെയാണല്ലോ കൊളുത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇടതുവശത്ത് ആയിട്ടാണ് ഈ ഒരു നമ്മൾ എക്സ്ട്രാ ഈ കുഴയായിട്ട് പിടിപ്പിച്ചെടുത്ത ആ പടി സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പടി എടുത്ത് നേരെ വെക്കുക. നമ്മൾ നല്ല വശത്താണ് കേട്ടോ ഇത് പിടിപ്പിക്കേണ്ടത്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതാ കറക്റ്റായിട്ട് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ തുമ്പൊന്ന് ഞാൻ അകത്തോട്ട് മടക്കി വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഇതേപോലെ തന്നെ അങ്ങ് വെച്ചിട്ട് ഒരു 2 വട്ടം ആ പടിയുടെ മേളിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചോ കേട്ടോ. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണോ വളരെ എളുപ്പത്തിൽ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ തുണി ഫഫുള്ള കൈയാക്കുന്നത്, എങ്ങനെ കൈ കട്ട് ചെയ്യാമെന്നുള്ള എളുപ്പ രീതിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ പട്ടുപാവാട ബ്ലൗസിൻ്റെ കൊളുത്തിടുന്ന കുഴ വയ്ക്കുന്ന തുണിയിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെയാണ്. അപ്പോൾ തയ്യലൊട്ടും അറിയാൻ മേലാത്തവർക്കൊക്കെ ഈ ഒരു കാര്യം ഉപകാരപ്രദമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.